അപ്പോൾ ഇത്തവണ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മിസ് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. റെഡി ആണല്ലോ എല്ലാവരും? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ടു ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സുകളാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. സയൻസ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റത്തെ സയൻസ് ഓഫ് ലൈഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മിസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നത് ബയോമോളിക്യൂൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. കാരണം ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്ന് നമുക്ക് അവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ അവിടെ കൊടുത്തിട്ടില്ലേ? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടീൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെറ്റബോളിസം എന്നാണ് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചോ. കാരണം മെറ്റബോളിസം തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ, ആനബോളിസം, കാറ്റബോളിസം. ചിലപ്പോൾ ആ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെയായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവനൊന്ന് മെറ്റബോളിസം എന്താണ്, അതിലുള്ള രണ്ട് ആൾക്കാർ ആരൊക്കെയാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചോ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ഇൻസൈഡിലേക്ക് അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇത് ചോദിക്കും, ബാക്കിയുള്ളൊന്നും ചോദിക്കില്ല എന്നല്ല കേട്ടോ മിസ് പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങളിൽ നന്നായിട്ട് നോക്കി പോകണം എന്നുള്ളതുകൊണ്ടാണ് മിസ് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നൊന്നും മിസ് പറയുന്നില്ല. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ മെംബ്രെയിൻ. അത് നന്നായിട്ട് നോക്കി വെച്ചോ മക്കളെ. കാരണം ആ ഭാഗത്താണ് നമ്മുടെ ഈ ആൾക്കാരൊക്കെ വരുന്നത്. ഓസ്മോസിസ്, അതേപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതേപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഡിഫ്യൂഷൻ, അതേപോലെ തന്നെ നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ ആ ഭാഗത്താണ് വരിക. ഈ ഭാഗത്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് വിത്ത് പിക്ചർ നന്നായിട്ട് നോക്കി വെച്ചോട്ടോ. ഓക്കെ, അപ്പോൾ അതിന് നിയമസതയെ ഒരുപാട് സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ചിലപ്പോൾ നമുക്ക് റീഡ്രോ ചെയ്യാനുള്ള രീതിക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് വെച്ചാൽ മിസ് എപ്പോഴും സിമ്പിളായിട്ട് പറഞ്ഞു തരാറുള്ളതല്ലേ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, അത് മക്കളെ ரொம்ப ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഫോട്ടോസിന്തസിസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം അവിടെ നിന്ന് എന്തായാലും എക്സാമിന് ചോദിക്കുക, അത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സോഴ്സ് ഓഫ് വേരിയസ് ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ന്യൂട്രിയൻസ് പലതരത്തിലുണ്ടാവുന്നില്ലേ? ഈ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വെച്ച് പഠിച്ചത് നമ്മുടെ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് ആകുന്നു, ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ച് ആക്കി മാറ്റുന്ന കുറേ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ. ഈ ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഈ ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത കേട്ടോ. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഈ പോർഷന് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ മാംഗ്രൂവ് പ്ലാന്റ്സ്, ആ മാംഗ്രൂവ് പ്ലാന്റ്സ് ഇപ്രാവശ്യം നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ മാംഗ്രൂവ് പ്ലാന്റ്സിനുള്ള ഇതുണ്ട്. മാംഗ്രൂവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓർക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഒഷ്യൻ പൊല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒഷ്യൻ പൊല്യൂഷനുള്ള തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്നൊന്ന് ഓടിച്ച് നോക്കി വെച്ചോട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിസ് ഈ വട്ടിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് പഠിക്കേണ്ടതെന്നല്ല, പക്ഷേ ഇപ്പം മിസ് ഈ വട്ടിട്ട് വെച്ചിട്ടുള്ളതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. വട്ടിട്ടുള്ളതും ഈ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും, എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അധികം കോർ ആയിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം, മിസ്സാക്കാതെ പഠിക്കേണ്ട ഏരിയ. അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മുടെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നമ്മുടെ അമീബ, ഇതിൽ മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു വെക്കാനുള്ളതാണ്. അമീബി ഹൈഡ്രജൻ തമ്മിലുള്ള ഡൈജഷൻ്റെ കമ്പാരിസൺ ചോദിക്കും. മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ, അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഈ മെക്കാനിക്കൽ ഡൈജഷനൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ സെഗ്മെന്റേഷനും പെരിസ്റ്റാൾസിസും ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ സ്ട്രക്ചർ ഓഫ് ടൂത്ത്, അപ്പോൾ അതിൻ്റെ ഈ ഡയഗ്രം തന്നിട്ട് എന്ത് ചെയ്യും, ലേബൽ ചെയ്യാനായിട്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും. സ്ട്രക്ചർ ഓഫ് ടൂത്ത് ലേബൽ ചെയ്യാനും അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ ഒക്കെ ചോദിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻസൈംസ് ഇൻ ഡൈജഷൻ ഓരോ പാർട്ടിലുള്ള ആ എൻസൈംസുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ വരും. പിന്നെ സ്ട്രക്ചർ ഓഫ് വില്ലസ്, അതും ഇതേപോലെ തന്നെ ലേബൽ ചെയ്യാനായിട്ടുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഭാഗങ്ങൾ എന്തായാലും നമുക്ക് ലേബൽ ചെയ്യാനായിട്ട് വരും, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് വെസൽസ്, ഇത് മെജോറിറ്റി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാറുള്ളതാണ് ഈ ബ്ലഡ് വെസൽസിൻ്റെ കാര്യം. അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചു വെക്കുക. പിന്നെ ബ്ലഡ് പ്രഷർ, രണ്ട് ടൈപ്പ് ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, അതും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിൽ അതൊക്കെ നമുക്ക് കോമൺലി എഴുതാവുന്ന കാര്യമുള്ളൂ, പക്ഷെ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി വെക്കുക, ഒരൊറ്റ വായിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് എൻ്റെ കുട്ടികൾ, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ
ജസ്റ്റ് ഇപ്പോൾ മിസ് ടോപ്പിക്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലേ. ഇനി ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ക്വസ്റ്റ്യൻസ് ഇന്ന് രാത്രി നടക്കുന്ന 7 മണിക്ക് നടക്കുന്ന നമ്മുടെ ലൈവിൽ മിസ് പറഞ്ഞിരുന്നതായിരിക്കും. മാരത്തോൺ ലൈവ് ആയിരിക്കും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, നിറയെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമല്ല നാളെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും ആയി കഴിഞ്ഞാൽ നല്ല ഫുൾ കോൺഫിഡൻസോടുകൂടെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് തളർന്നു പോകരുത്. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ടയ്ക്ക് നിൽക്കും. നിങ്ങളുടെ കൂടെ മിസ്സുമാരും എല്ലാവരും ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യും മക്കളെ, ഇത്തവണത്തെ ഓണപ്പരീക്ഷ നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടും. അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ലൈവിൽ കാണാം.